ലഹരിവിരുദ്ധ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്കായി പടിഞ്ഞാറേക്കല്ലട വലിയപാടം പടിഞ്ഞാറ് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല നടത്തി. ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. കോട്ടക്കുഴിമുക്ക് മുതൽ പ്രദേശം ചുറ്റി നടന്ന മനുഷ്യച്ചങ്ങലയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ലഹരിവിരുദ്ധ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്കായി പടിഞ്ഞാറേക്കല്ലട വലിയപാടം പടിഞ്ഞാറ് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ സെമിനാറും ഇതോടനുബന്ധിച്ച് നടത്തി. കോട്ടക്കുഴിമുക്ക് മുതൽ പ്രദേശം ചുറ്റി നടന്ന മനുഷ്യച്ചങ്ങലയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇന്നലെയും ഇന്നൊക്കെയായിട്ട് ഒരുപാട് മഹാരഥന്മാർ നമ്മളെ വിട്ടുപിടിച്ചു. ഡോക്ടർ MGS, അതുപോലെ തന്നെ പാപ്പ, നമ്മുടെ ബഹുമാനായ പോപ്പ്, ഒട്ടനവധി ആളുകൾ നമ്മളെ വിട്ടുപോയി. അവരൊക്കെ സക്രിയരായിരുന്നു, ക്രിയാത്മകതയുള്ളവരായിരുന്നു. അവരുടെ അന്വേഷണങ്ങൾ സ്വതന്ത്രമായിരുന്നു. അപ്പൊ സ്വതന്ത്ര അന്വേഷണത്തിലും സക്രിയമായ പെരുമാറ്റത്തിലൂടെയും നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ അവിടെ ലഹരിക്ക് ഒരു പ്രസക്തിയുമില്ല. എന്താണ് ഈ ലഹരി എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാമോ എന്താണ് ലഹരി എന്ന് പറയുന്നത്? ഞാൻ മനഃശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ്, ഒരു വക്കീൽ നിലവിൽ. എന്താണ് ലഹരി? ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥയെ മാറ്റിമറിക്കുന്ന പദാർത്ഥങ്ങളോ പ്രവർത്തനങ്ങളോ ആണ് ലഹരി എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞു നോക്കി, എന്താണ്? ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥയെ മാറ്റിമറിക്കുന്ന പദാർത്ഥം. ആലോചിച്ചു നോക്കൂ. ഞങ്ങള് സൈക്കോളജിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയും. ഈ ഭാഗത്താണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ സെറിബെല്ലത്തെയും ഈ പുറകിലിരിക്കുന്ന എല്ലാ പഠിച്ചില്ലേ, അതിനെയൊക്കെ സ്വാധീനിക്കും. അപ്പൊ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് അറിയാമോ? ഞാനിപ്പോ ഒരു ലഹരിയൊക്കെ അടിച്ച് വണ്ടിയൊക്കെ വിട്ടങ്ങോട്ട് പോകുമ്പോൾ ഈ സാർ അവിടെ നിൽക്കുകയാണെങ്കിൽ സാറിനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നത്. കാരണം എന്താണ്? സാർ എന്ന് പറഞ്ഞാൽ രണ്ട് പറയും. കാരണം എന്താണ്? എനിക്ക് വിവേചന ശക്തി നൽകുന്ന പ്രീ ഫ്രോണ്ടൽ ലോബ് പ്രവർത്തിക്കത്തില്ല. മനസ്സിലായത്? അപ്പൊ അതുകൊണ്ടാണ് കള്ളു കുടിച്ച് ഭർത്താക്കന്മാർ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്നത്. അവരുടെ കുറ്റമല്ല. എന്ത് കാര്യം? അവർ ലഹരിയിൽ നിന്ന് ലഹരി അടിമത്തത്തിലേക്ക് പോകും. അതിനെ പറയുന്ന അഡിക്ഷൻ. എന്താണ് ഈ ലഹരി അടിമത്തം എന്ന് പറഞ്ഞാൽ? രസകരമാണ്. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ജാഗ്രതാ സമിതി ചെയർമാനുമായ ഉഷാലയം ശിവരാജൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൈഷാജഹാൻ, പഞ്ചായത്ത് അംഗം N ഓമനക്കുട്ടൻപിള്ള, രക്ഷാധികാരി CK ഗോപി, കൺവീനർ സന്തോഷ് S വലിയപാടം, സുഭാഷ് S കല്ലട, രമേശ് കുന്നപ്പുഴ, ദിനകർ കോട്ടക്കുഴി, വിജയ് നിർമ്മല, K സുധീഷ്, C ഉഷ, പൂക്കുഞ്ഞ്, K രഘു, ബിന്ദുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.